ഹായ്, ഇപ്പോൾ ഞാൻ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അപ്പോൾ ഈ എറണാകുളം സൗത്തിലൊക്കെ ഞാൻ കുറേ തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഫോർട്ട് കൊച്ചി ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പം ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് ആദ്യത്തെ യാത്ര കേട്ടോ. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭയങ്കര വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ വന്നേ ട്രെയിൻ ഇറങ്ങിയത് നോർത്തിലാണേ. ഇപ്പം വേണാടൊന്നും സൗത്തിലോട്ട് പോകത്തില്ല. അപ്പോൾ അവിടുന്ന് ആ ബസ് കയറിയിട്ട് ഞാൻ ഹൈക്കോടതി ജംഗ്ഷനിൽ വന്നിറങ്ങിയിരിക്കുക. ഈ കാണുന്ന ഹൈക്കോടതി ജംഗ്ഷനാണ് കേട്ടോ. ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹൈക്കോടതി ബോട്ടിയടിയൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ ബിൽഡിംഗ് ആയി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ബോട്ടിയടി ഭാഗത്തേക്ക് പോയേക്കാം. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കരിക്കിൻ്റെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. പഴക്കച്ചവടങ്ങൾ. നല്ല തിരക്കാണ് ഈ ഒരു ബോട്ടിയടിയുടെ ഫ്രണ്ടിൽ കേട്ടോ. ഇതുപോലെ ധാരാളം ഫ്രൂട്ട് സ്റ്റാളുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഫെറി സർവീസൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മറ്റ് വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത് കേട്ടോ. അറിയത്തില്ല എത്ര മണിക്കുള്ളതെന്ന്. കുറേ സോളാർ ബോട്ടുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കണ്ടോ ഒരു സ്തംഭം, ആ ഒരു മോഡൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലെഴുതിയിരിക്കുന്നത് അബ്ദുൽ കലാം മാർഗ് എന്നാണ്. പിന്നെ അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ നമ്മുടെ സൗത്തിലെ മെറൈൻ ഡ്രൈവിൻ്റെ ഒരു അവസാനിക്കുന്ന ഭാഗമായിട്ട് ഇത്. അങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് ഇവിടെ ആയിട്ട് 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയ്ക്കകത്ത് ആ ഒരു മെറൈൻ ഡ്രൈവ് കൂടെയൊക്കെ നടന്നിട്ട് പോകുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് സോളാർ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. അങ്ങ് ദൂരെയായിട്ട് കാണാം വൈപ്പിനാന്ന് തോന്നുന്നത്. അവിടെ വലിയ വലിയ ഷിപ്പുകളൊക്കെ കിടപ്പുണ്ട്. ഒരു ബോട്ട് വന്നോളെന്ന് തോന്നുന്നു. അവിടെ നല്ല ആളുകളൊക്കെ ഇറങ്ങിയിരുന്നുണ്ട്. മുകളിലായിട്ട് ഹൈക്കോടതി വാട്ടർ മെട്രോ എഴുതിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോ എന്ന് മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ജംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് 2 സ്ഥലത്തോട്ടൊക്കെ ബോട്ട് സർവീസ് പോകുന്നുണ്ട്. നമുക്ക് ബോട്ടിയടിയുടെ അകത്ത് കയറിയിട്ട് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ചെറിയ ടിക്കറ്റേ കാണത്തുള്ളായിരിക്കും. 6 രൂപ 10 രൂപ ആ റേറ്റൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫുഡ് ഐറ്റംസൊക്കെ കളക്ട് ചെയ്യാനുള്ള മെഷീനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 5 രൂപയ്ക്ക് മുകളിലാണ് ഇവിടുത്തെ സിംഗിൾ ട്രാൻസാക്ഷൻ. UPI ഒക്കെ അക്സെപ്റ്റ് ചെയ്യും. ഇവിടുത്തെ കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനാർത്ഥത്തിൻ്റെ ശിലയൊക്കെ ഇവിടെ കാണാം. ഇതിൻ്റെ തൂണുകളൊക്കെ ഉണ്ടോ, രസമുണ്ടല്ലേ. ഇരുമ്പുകൊണ്ട് ചെയ്തിരിക്കുന്നത്, എന്നാലും നല്ല കളർഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു സൈഡിലേറ്റേ സമഗ്ര ഗതാഗത രൂപരേഖയായി കാണിച്ചിട്ടുണ്ട്. ഒരു കളർ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. കളർ കോഡ് ബ്ലൂ, ബ്രൗണ് ഒക്കെ. ഇപ്പോൾ ഈ ഇതിനകത്ത് കാണിക്കുന്ന ബ്ലൂ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് റൂട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ റൂട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കളറൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്രൗൺ എടുത്തു കഴിഞ്ഞിട്ട് വൈറ്റില, ഏരൂർ, കാക്കനാടൊക്കെ പോകുന്ന റൂട്ടാണ് ബ്രൗൺ റൂട്ട്. പിന്നെ ഗ്രീനൊക്കെ വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കുള്ള റൂട്ടാണ് കേട്ടോ. ഭയങ്കര റിഫ്ലക്ഷനാണ്, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല. മെട്രോയുടെ എൻട്രൻസ് ആണ്. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 50 രൂപയാണ് ഫോർട്ട് കൊച്ചിയിലുള്ള ടിക്കറ്റ്. നേരെ പോയി കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയാണ്. 4 ആണെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ കാണുന്നതാണ് 4. നമ്മുടെ ബോട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. അതെങ്ങോട്ടുള്ളതാണെന്ന് അറിയത്തില്ല. അപ്പുറത്ത് ഭാഗത്തൊക്കെ കയറിയിട്ട് കാണിക്കാം. ഇനി അകത്ത് വീഡിയോ എടുപ്പിക്കാമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാനിതിട്ട് ഇതുപോലത്തെ മെട്രോയിൽ കയറുന്ന കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള മെട്രോ. ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇതിനാഘോഷമൊക്കെ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും പോകുന്നില്ല. ആ ഒരു ഫ്രണ്ടിലത്തെ ഭാഗത്തായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.
ലൈഫ് ജാക്കറ്റൊക്കെ വെയർ ചെയ്യുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഇതിനകത്ത് ഫുൾ കൂളിംഗ് ആണ്, എ സി കേട്ടോ, എ സി ബോട്ടാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് പോവുകയായിരിക്കും കേട്ടോ. വലിയ ഷിപ്പുകളൊക്കെ കിടപ്പുണ്ട്. അതൊരു ജങ്കാർ സർവീസാണ് പോകുന്നത് കേട്ടോ. ഞാൻ അതിൽ കയറണമെന്ന് പറഞ്ഞാൽ വന്നത്. ഇവരോട് ചോദിച്ചപ്പോഴേ ജങ്കാറിൻ്റെ സമയം എപ്പോഴാണ് ഇവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് നോക്കി ഇതിൻ്റെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇവിടെ നിന്ന് തന്നെയല്ലേ ജങ്കാറുള്ളത്. വേറൊരു ബോട്ട് പോകുന്നുണ്ട് അടുത്തൂടി. അതും ഒരു വാട്ടർ മെട്രോ ആണ്. ഈ സൈഡിലും അടിപൊളി വ്യൂ കേട്ടോ, അന്യായ വ്യൂ. നോക്കി, ആ ഗ്ലാസിൻ്റെ എഫക്റ്റ് കൊണ്ടാണെന്ന് തോന്നുന്നത്. കംപ്ലീറ്റ് മഞ്ഞ് വീണ ഒരു എഫക്റ്റ് കാണാം. എറണാകുളം ടൗണിലെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. കൊച്ചി ഫോർട്രസ്റ്റിൻ്റെ അടുത്തൂടെയാണോ നമ്മൾ പോകുന്നത് കേട്ടോ. വല സൈഡിൽ കാണുന്ന ക്രെയിൻസ് ഒക്കെ ആ ഭാഗത്തിട്ട് കുറേ ബോട്ടുകൾ, കപ്പലുകളൊക്കെ കേട്ടോ, ഷിപ്സ് ഒക്കെ നിർത്തിയിട്ടുണ്ട്. അതാ എവിടെ വേണ്ടോ ഇരുമ്പിൻ്റെ പാടമൊക്കെ വെച്ചിരിക്കുന്നു. വേറൊരു ബോട്ട് സർവീസും നമ്മളെ ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈയൊരു ബോട്ട് സർവീസ് എന്ന് വെച്ചാൽ നല്ല ആസ്വദിച്ച് പോകുന്ന ഒരു ബോട്ട് സർവീസാണ് കേട്ടോ. നല്ല സുഖമാണ്. ഫുൾ എ സി കയറ്റേ, കൂളിങ്ങാണ്, നല്ല കൂളിങ്. വെളിയിൽ ഇത്ര പേരുണ്ടായിട്ടും അതിൻ്റെ എഫക്റ്റ് ഒന്നും അകത്ത് അറിയാനില്ല. പിന്നെ ചാർജ് 50 രൂപ ഒക്കെ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ജങ്കാറിൽ പോയി കഴിഞ്ഞാൽ 7 രൂപ 10 രൂപ താഴെയൊക്കെ ആ ഒരു റേറ്റൊക്കെ ആകത്തുള്ളൂ. 10 എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞോണം കാണിച്ചൊരു ബോട്ട് കിട്ടിയില്ല, നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് അടുത്തുള്ളത്. ആ ഒരു വരേണ്ട രൂപ കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ബോട്ട് കിട്ടിയെന്നായിരിക്കും ചിലപ്പോൾ ജങ്കാറൊക്കെ ഉള്ളത്. വലിയ വലിയ ക്രെയിൻസിൻ്റെ ഒക്കെ അടുത്തുള്ളൂ കേട്ടോ. നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊച്ചിൻ പോർട്ടിൻ്റെ അടുത്തുള്ളൂ. റോഡ് വഴി നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബ്രിഡ്ജാട്ടോ നമ്മളിവിടെ നിന്ന് കാണുന്നു. റോഡ് വഴി പോയ ഒരു സുഖമില്ല, അതുകൊണ്ടാണ് ബോട്ടിൽ വന്നത്. അതുകൊണ്ട് അതിന് താഴെയായിട്ട് സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. വൈപ്പിൻ ഭാഗത്തൊക്കെ എത്തിച്ചേർന്നിരിക്കുകയാണ് തോന്നുന്നു. അവിടെ ഒരു പല പല ടൈപ്പിലുള്ള ഷിപ്സ് ഒക്കെ കിടപ്പുണ്ട്. വൈപ്പിൻ ബോട്ട് കെട്ടിയാണ് തോന്നുന്നു കേട്ടോ. വൈപ്പിനുള്ളവർ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞ ലേഡി വന്ന് നമ്മുടെ വല സൈഡിലേറ്റവും വലിയൊരു ക്രെയിൻ കാണാം കേട്ടോ. ഇവിടെ ഉണ്ട് ജങ്കർ സർവീസ് ഉണ്ടായിരുന്നു കേട്ടോ. വൈപ്പിനില് അയ്യടം ഇവിടെ നിന്ന് ഇറങ്ങി കയറിയാൽ മതി. അവിടെ വാഹനങ്ങളൊക്കെ ഗരികൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഈ സൈഡിലേറ്റ് വേറൊരു ഫിഷിംഗ് ബോട്ട് കിടപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഫിഷിംഗ് ബോട്ട്. കരുണ
ഫിഷിംഗ് നെറ്റ്സ് ആണ് കേട്ടോ. ധാരാളം ഫിഷിംഗ് നെറ്റ്സ് ഈ സൈഡിലുണ്ട്. ഫിഷിംഗ് നെറ്റുകളെല്ലാം പൊക്കി വെച്ചിരിക്കുകയാണ്, കാത്തിട്ടില്ല. വേറൊരു വലിയൊരു ഷിപ്പ് ഒന്നാണ് കേട്ടോ ഈ സൈഡിലേക്ക്. ധാരാളം കാഴ്ചയില്ല നമ്മുടെ ഈ ഒരു ഫോർട്ട് കൊച്ചിയിലുള്ള യാത്രയിൽ കാണാൻ സാധിക്കുന്നത്. താഴേക്ക് സ്പീഡ് ബോട്ടും വരുന്നുണ്ട്. നല്ല ആളുണ്ട് കേട്ടോ അത് ഈ ഒരു വാട്ടർ മോട്ടോയിൽ. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയേക്കാം. അപ്പം ഞാൻ വന്ന ആ ഒരു ബോട്ട് കാണിക്കാം കേട്ടോ. ബോട്ടിലൊക്കെ കയറാൻ്റെ ആളുടെ ക്യൂ ആയിരുന്നു. മെട്രോയിൽ കയറിയിട്ട് ഇറങ്ങുന്ന പോലെ തന്നെ ഈ കാർഡ് കയ്യിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇപ്പം ഞാൻ ജസ്റ്റ് വാട്ടർ മോട്ടോയുടെ വെളിയിറങ്ങിക്കുക. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച കാണിക്കാം. ഫുള്ള് വഴിയോര കച്ചവടങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബോട്ട് കയറ്റി ഇറങ്ങുമ്പോൾ തന്നെ ധാരാളം ഇതുപോലെ സർവീസ് കൊടുക്കാനായിട്ട് ടൂറിസ്റ്റുകളെ കാത്ത് ഗൈഡ്സൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇവർ വളരെ ചെറിയ റേറ്റിലാണ് ഈ ഒരു സർവീസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കഴിവതും ഇവരുടെ സർവീസൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാനത് പറയാം. അപ്പോൾ ചേട്ടാ എന്തൊക്കെയാണ് സർവീസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ചേട്ടാ ഇതായത് നമ്മൾ ഫോർട്ട് കൊച്ചി 2 ഡയറക്ഷൻ ഉണ്ട്. ഒന്ന് ഫോർട്ട് കൊച്ചി, ഒന്ന് മട്ടാഞ്ചേരി. നമ്മളൊരു 2 hours പാക്കേജ് ആയിട്ട് ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് 16 പ്ലേസസ് ഉണ്ട്. എല്ലാം ഹിസ്റ്ററി പ്ലേസസ് ആണ്. എത്ര 16 സ്ഥലങ്ങളോ? 16 സ്ഥലം നമ്മൾ ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് ഓരോ ഡെസ്റ്റിനേഷനും കാണിച്ചു തരും. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിന്റെ ഹിസ്റ്ററീസ് പറഞ്ഞു തരും. നിങ്ങളെ ഫോണിൽ ഫോട്ടോസ് എടുത്ത് തരും. തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് തരും. ഈ പോകുന്ന സൈഡിലുണ്ടല്ലോ നല്ല ഭംഗിയുള്ള ടൈപ്പ് ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ധാരാളം സുവനിയേഴ്സ് ഇവിടെ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ള സുവനിയേഴ്സ്. ഫോർട്ട് കൊച്ചി എന്ന് വെച്ചാലേ ഭയങ്കര രസമുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോഴേ ആ ഒരു കാലാവസ്ഥയൊക്കെ അങ്ങ് ചേഞ്ച് ആകുകയാണ്. ഭയങ്കര തണുപ്പും ചൂടല്ല. നമ്മളെ ഭാഗത്തൊക്കെ ഇപ്പോൾ ചുട്ടു പൊഴുത്തോണ്ടിരിക്കുകയല്ലേ. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഫുള്ളും മരങ്ങളുണ്ട്. ഒരു മരങ്ങളൊന്നും വെട്ടിക്കളയാതെ കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്സും എല്ലാം ആ പഴമ നിലനിർത്തിയിരിക്കുന്നത് കാണാം കേട്ടോ. ഓടിട്ട ബിൽഡിങ്സ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാലേ, ഈ ഒരു ഫോർട്ട് കൊച്ചിയെ പറഞ്ഞാൽ പഴമയും സമ്പത്തും കടൽക്കാറ്റും എല്ലാം ഉൾക്കൊള്ളുന്നൊരു സ്ഥലമാട്ടോ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ചരിത്രം ഉറങ്ങുന്ന മണ്ണ് പറയും. ഇപ്പോൾ ഞാൻ ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല. ഇന്നിവിടെ വന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്ന് ബിനാലെ 2026 അത് തുടങ്ങിയിട്ടിപ്പം 3 മാസമായി. വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്, പക്ഷേ നടന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. പിന്നെ വേറെ പ്രത്യേകതയുണ്ട്. ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഫ്രീ ആണ് കേട്ടോ. സാറിന് 200 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം. 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താലും എല്ലാ സ്റ്റേജിലും നമ്മൾ പോകാൻ പറ്റത്തില്ല. 10-20 സ്റ്റേജുകളിലായിട്ടാണ് ഇവരുടെ പ്രോഗ്രാംസൊക്കെ പല സമയത്ത് നടക്കുന്നത്. അപ്പോൾ ഇവിടെ താമസിച്ച് നിന്ന് കാണേണ്ടൊക്കെ വരും. ആ പരിപാടിയാണ് നടക്കുന്ന സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു തീരുന്ന ദിവസം വന്ന് മാക്സിമം കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും 3-4 പാർട്ടൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ 7 മിനിറ്റ് കൂടുതലൊന്നും ആരും കാണാറില്ല. ഞാൻ ഈ ഇൻട്രോ പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആഹാ, നല്ല 3D ലുക്കുള്ള പെയിൻറ്റിങ്ങുകൾ കേട്ടോ. വേഴാമ്പൽ ഇരിക്കുന്ന പെയിൻറ്റിങ്ങാണ്. കൊള്ളാം കേട്ടോ. ഈ ഒരു കലാകാരനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേവിയുടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. നേവി ബേസ് അടുത്ത് തന്നെയാണ്. കേട്ടോ പോകുന്നുണ്ടോ? അവിടെ വരികയാണ്.
ധാരാളം ഫോറിനേഴ്സിനൊക്കെ നമുക്ക് കാണാം. ഇതുപോലെ ഇവിടെ ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ബേസിക് സ്കെച്ചൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വള്ളങ്ങളൊക്കെ മോട്ടോർ വെച്ച് ഇതൊഴി പോകുന്നുണ്ട്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ആട്ടോ ഈ കാണുന്നത്. നേരത്തെ ഞാൻ നിന്ന് ആ മരത്തിന്റെ ഭാഗത്തായിട്ടാണ്. പച്ചമരുന്നിന്റെ കച്ചവടമാണ്. കയ്യിലൊക്കെ വെക്കുന്നുണ്ട്. പഴയ സിനിമയിലൊക്കെ കാണാൻ പറ്റും. കാലിന്റെ മുട്ട് മടക്കുമ്പോൾ വേദനയാണ്, നീരാണ്. ധന്വന്തരം, പ്രപഞ്ചനം, കൊട്ടൻ ചുക്കാതി, മുറിവെണ്ണ, അതുപോലെ ബലാതൈലം. മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാട്ടോ ഈ കാണുന്നത്. ഭാഗ്യമല എന്ന് പറഞ്ഞ ബോട്ടാണ് ഈ കിടക്കുന്നത് കേട്ടോ. പല പല ക്ഷേത്രങ്ങളിലെ അമ്പലങ്ങളിലേക്ക് കൊടികളാണ് മുകളിൽ കാണുന്നത്. വേറെ ഒരു വലിയൊരു ബോട്ട് പോകണം കേട്ടോ. മീൻ പിടിക്കാൻ ഒരു രാവിലെ പോകുന്നതാണ് പറഞ്ഞു കേട്ടോ. രാവിലെ 4 മണിക്ക് യാത്രയായിട്ട് ഒരു തിരിച്ചു വന്ന ബോട്ടുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ചില ബോട്ടുകളൊക്കെ ഇത് യാത്ര തുടങ്ങുന്നുമുണ്ട്. ഇതുപോലത്തെ മനോഹരമായുള്ള കാഴ്ചകളാണ് ഫോർട്ട് കൊച്ചി വന്നാൽ കാണാൻ പറ്റുന്നത് കേട്ടോ. നമുക്കിനി മുമ്പോട്ട് നടക്കാം. നമ്മൾ ഇന്ന് ആ ഒരു ഷിപ്പിംഗ് ബോട്ടൊക്കെ കാണിച്ചില്ല, അതിൻ്റെ അടുത്ത് തന്നെ SWTD ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ജങ്കാർ സർവീസൊക്കെ ഉള്ളത്. ഇവിടെ നിന്ന് സ്ഥിരം ജങ്കാർ സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ടൂറിസ്റ്റ് ബോട്ട് ജെട്ടിയാണ്. എനിക്ക് തെറ്റിപ്പോയി കേട്ടോ. ആ കാണുന്നതാണ് ജങ്കാർ സർവീസ്. അങ്ങോട്ട് ആളുകളും വാഹനങ്ങളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കിടക്കുന്നത് ജങ്കാറിൽ കയറാനുള്ള വാഹനങ്ങളാണ് കേട്ടോ. നല്ല ക്യൂ ആണ് വാഹനങ്ങളിൽ. ഇവിടെ ഗാന്ധി പ്രതിമയൊക്കെ ഉണ്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, റോറോ സർവീസ്. റോറോ സർവീസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. അതെ, ഓരോ വാഹനങ്ങളൊക്കെ ഇതിൽ, ഓരോ വാഹനങ്ങളല്ല, എല്ലാ വാഹനങ്ങളും ഇതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 2 വീലറാണ് കൂടുതൽ, പിന്നെ വലിയ വലിയ വാഹനങ്ങളൊക്കെ ഉണ്ട്. കപ്പിത്താനായിരിക്കും മോളിൽ ഇരിക്കുന്നത്. റേഡിയോയിൽ സംസാരിക്കുന്നുണ്ടല്ലോ. നമുക്ക് തിരിച്ചു പോകുമ്പം ഈ ഒരു ബോട്ടിൽ പോകണമെന്നാണ് ആഗ്രഹം. ആ ഒരു റോറോ സർവീസിൻ്റെ നേരെ എതിരെ തന്നെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡെന്ന് തോന്നുന്നു. നിറച്ച് ബസ്സുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് തന്നെ ബസ് സ്റ്റാൻഡ്, ഒരു സംശയമില്ല. 4 വീലർ, 3 വീലർ ഇതെല്ലാം ജങ്കാർ കയറാനുള്ള വണ്ടികളാണ് കേട്ടോ. അങ്ങേറ്റം വരെ ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. നേരത്തെ ഒരു പുള്ളിയാണ് പറഞ്ഞത് 19 സ്ഥലങ്ങളെക്കുറിച്ച്. അപ്പോൾ ഞാൻ നെറ്റിലേക്ക് സെർച്ച് ചെയ്തപ്പം ഏകദേശം 9 സ്ഥലങ്ങളെക്കുറിച്ച് എനിക്കറിയാൻ സാധിച്ചു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് ചൈനീസ് ഫിഷിംഗ് നെറ്റാണ്. രണ്ടാമത്തേത് വാസ്കോ ഡി ഗാമ സ്ക്വയറാണ്. മൂന്നാമത്തേത് ഫോർട്ട് കൊച്ചി ബീച്ചാണ്. നാലാമത്തേത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാട്ടോ, അത് അടുത്ത് തന്നെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ സാന്റാക്രൂസ് കത്തീഡ്രലുണ്ട്. പിന്നെയുള്ളത് പ്രിൻസസ് സ്ട്രീറ്റ്, മട്ടാഞ്ചേരി പാലസ്, ജൂ ടൗണ്, പിന്നെയുള്ളത് സിനഗോഗാണ്, പരദേശി സിനഗോഗ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും. അടിപൊളി സ്ഥലങ്ങൾ, തീർച്ചയായിട്ടും വരേണ്ട സ്ഥലമാട്ടോ ഇത്.